Motion of center of mass. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചായിരുന്നു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചെയ്തായിരുന്നു. സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കും. അപ്പോൾ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? RCM എന്നാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n MI/RI ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ സമ്മേഷൻ കൊടുക്കുന്നതിന് നമ്മൾ M1R1 പ്ലസ് M2R2 അങ്ങനെ നീട്ടി പിടിച്ച് എഴുതുന്നതിന് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സമ്മേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M ഇൻറ്റു RCM ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n MI/RI. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്? M1R1 പ്ലസ് M2R2 പ്ലസ് എക്സെട്ര അതല്ല. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പൊസിഷന് ചേഞ്ച് വരും അല്ലെ. പൊസിഷന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ കറസ്പോണ്ടിങ് ടൈം അവിടെ എന്താണ്? വെലോസിറ്റിയാണ്. അപ്പോൾ സെന്റർ ഓഫ് മാസിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? വെലോസിറ്റി ഉണ്ടാകും. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയാണ് നമുക്കിനി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന്റെ കേസ് ഇക്വേഷൻ എങ്ങനെ മാറും? MRCM ഈക്വൽ ടു M1R1 പ്ലസ് ഇൻറ്റു R2. 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ 2 പാർട്ടിക്കിൾസേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? RCM എന്ന് പറഞ്ഞാൽ M1R1 പ്ലസ് M2R2 ബൈ ടോട്ടൽ മാസ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ MRCM ഈക്വൽ ടു M1R1 പ്ലസ് M2R2. ഇനി ഇതിൽ നിന്നും വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷന്റെ 2 സൈഡിനെയും ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താണ്? ടൈമിനനുസരിച്ചല്ലേ പൊസിഷന് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യും ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇപ്പൊ എന്തെന്ന് എഴുതാം? d/dt ഓഫ് MRCM equal to d/dt ഓഫ് M1R1 പ്ലസ് M2R2. നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, പൊസിഷൻ ആണ്, ടൈമിനനുസരിച്ച് ചേഞ്ച് വരുന്നത്. അപ്പോൾ dr/dt എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിന്റെ, അതായത് പൊസിഷന്റെ ടൈം ഡെറിവേറ്റീവ് അല്ലെ. dr/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? VCM, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ എന്താണ്? d/dt ഓഫ് M1R1 പ്ലസ് d/dt ഓഫ് M2R2. ഇവിടെയും M1 കോമൺ ആണ്, അതായത് M1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, കാരണം മാസിന് ചേഞ്ച് വരുന്നില്ല, പൊസിഷനാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ dr1/dt എന്ന് പറഞ്ഞാൽ d1 ആണ്. പ്ലസ് M2 dr2/dtക്ക് പകരം നമുക്ക് ഇതെന്ന് കൊടുക്കാം? v2 എന്ന് കൊടുക്കാം. അപ്പോൾ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? M1v1 plus M2v2 divided by total mass of the system. ഇതാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് സെന്റർ ഓഫ് മാസിന് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ പൊസിഷന് ചേഞ്ച് വരും. പൊസിഷന് ചേഞ്ച് വരുമ്പോൾ അവിടെ എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാകും. പൊസിഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. RCM ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n MI/RI ഡിവൈഡ് ബൈ M ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ MRCM ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n MI/RI. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ M1R1 പ്ലസ് M2R2 പ്ലസ് എക്സെട്ര. നമുക്കിപ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം എടുക്കുക. അപ്പോൾ 2 പാർട്ടിക്കിൾ സിസ്റ്റം ആകുമ്പോൾ 2 പാർട്ടിക്കിൾ ഒരു ഇക്വേഷൻ M1R1 പ്ലസ് M2R2. അപ്പോൾ അവിടെ വെലോസിറ്റിയുടെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷന്റെ 2 സൈഡിനും ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dr/dt എന്നൊരു ടൈം കിട്ടും. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷന്റെ ടൈം വെച്ചിട്ടുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ MVCM ഈക്വൽ ടു M1v1 പ്ലസ് M2v2 ഓർ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു M1v1 പ്ലസ് M2v2 ഡിവൈഡ് ബൈ M ആണ്. ഇനി അടുത്തത് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. നമുക്ക് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ കിട്ടിയായിരുന്നു. എന്താണ്? VCM ഈക്വൽ ടു M1v1 പ്ലസ് M2v2 divided by M for a 2 particle system. അപ്പോൾ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ MVCM ഈക്വൽ ടു M1v1 പ്ലസ് M2v2. ഇനി വെലോസിറ്റിക്ക് ചേഞ്ച് ടൈമിനനുസരിച്ച് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ആക്സിലറേഷൻ ഉണ്ടാകും. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത കൂട്ടാണ് വെലോസിറ്റി ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. d/dt ഓഫ്
MVCM equal to d by dt of m1v1 plus m2v2. മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ d by dt of VCM എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ടൈം വെച്ചിട്ടുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ്. m1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. dv1 by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 ആണ്. dv2 by dt എന്ന് പറഞ്ഞാൽ a2 ആണ്. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ. ഇനി ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ m1 a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. m2 a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? f2 ആണ്. അപ്പം MACM ഈക്വൽ ടു F1 പ്ലസ് F2. F1 പ്ലസ് F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് ആണ് അല്ലെ. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ദസ് പ്രോഡക്റ്റ് ഓഫ് total mass and acceleration of center of mass is equal to vector sum of all forces acting on the system. That force is called the total external force. Total external force എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ മാസിന്റെയും പിന്നെന്താണ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന്റെയും പ്രോഡക്റ്റ് ആണ്. അപ്പോൾ MACM ഈക്വൽ ടു എന്താണ്? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ്. ആ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന്റെ വെക്ടർ സം ആണ്. ആ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ മൂവ്സ് ആസ് ഇഫ് all the mass of the system is concentrated at the center of mass and all the external force applied at that point. എന്നുവെച്ചാൽ എന്താണ്? അപ്പോൾ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഓൾ ദ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് മാസ് ആൻഡ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആണ്. ഇനി സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഓൾ ദ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് മാസ് ആൻഡ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് പഠിച്ചപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? പൊസിഷന് ചേഞ്ച് ചെയ്യുന്നപ്പോൾ വെലോസിറ്റി ഉണ്ടായി, വെലോസിറ്റിക്ക് ചേഞ്ച് ചെയ്യുന്നപ്പോൾ ആക്സിലറേഷൻ ഉണ്ടായി. അപ്പോൾ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ ഇക്വേഷനും പഠിച്ചു, ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചു. അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഇനി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താണെന്ന് പറയാൻ പോകുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് സെന്റർ ഓഫ് മാസിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ കൺസിഡർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യും. ഹാവിംഗ് മാസസ് m1, m2, etc. mn, having velocities v1, v2, etc. vn. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ, അതായത് m ഇൻറ്റു VCM, ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര പ്ലസ് mn vn എഴുതാമല്ലോ. ഇനി പ്രൊഡക്റ്റ് ഓഫ് മാസിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മൊമെന്റം പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിളിന്റെ മൊമെന്റം എക്സെട്ര പ്ലസ് pn. അപ്പോൾ നമുക്കിത് MVCM ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം എന്ന് എഴുതിക്കൂടായോ? MVCM ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം. ഇനി നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് d by dt ഓഫ് MVCM ഈക്വൽ ടു dp by dt. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആണ്. dv by dt എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു dp by dt. നമ്മൾ തൊട്ട് മുമ്പ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് പഠിച്ചപ്പോൾ MACM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ സം ഓഫ് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതിന് പകരം ഇവിടെ എന്തെന്ന് കൊടുക്കാം? F external ഈക്വൽ ടു dp by dt. ഇനി നമുക്ക് എങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ്, ഈ ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ സെക്കൻഡ് ലോയിൽ നിന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറഞ്ഞത്. അവിടെ എങ്ങനെയാണ്? ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു 0, ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ dp by dt ഈക്വൽ ടു 0 ആകും. dp by dt ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ആണ് 0 എന്ന്. അപ്പോൾ നമുക്ക് എന്താ പറയാം? p ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന്
പറയാം. അതായത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. എന്താണ്? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ then their total linear momentum remains constant. This is law of conservation of linear momentum. അപ്പോൾ law of conservation of linear momentum പറയാനായിട്ട് നമ്മളൊരു സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ് എടുത്തു, having masses m1 m2 etc mn, having velocities v1 v2 etc vn. Then velocity of center of mass is given by mvcm equal to m1 v1 plus m2 v2 plus etc plus mn vn. We know that product of mass and velocity is momentum. Then m1 v1 equal to p1 plus p2 plus etc plus pn is the total momentum of the system. Then mvcm equal to pn നീട്ടും. Then differentiating both sides with respect to time, m is a constant, dv by dt എന്ന് പറഞ്ഞാൽ acceleration of center of mass. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് m into acceleration of center of mass എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെക്ടർ സം ഓഫ് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പോൾ m acm equal to f external വരും. if f external equal to 0, dp by dt equal to 0. dp by dt 0 mean p is a constant. This is law of conservation of linear momentum. നമ്മൾ പറഞ്ഞ f external 0 ആണെങ്കിൽ dp by dt 0 ആണെന്ന് പറഞ്ഞു അല്ലേ? dp by dt equal to 0. ഈ p എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? d by dt of mass into velocity of center of massന്റെ പകരമാണ് നമ്മൾ എന്തെന്ന് കൊടുത്തത്? p എന്ന് കൊടുത്തത്. m കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവിന് വിളിക്കാം m into dvcm by dt equal to 0. രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആണ്. നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താകില്ല? 0 ആകില്ല. പിന്നെ എന്തേ 0 ആകത്തുള്ളൂ? dvcm by dt എന്താകാം? 0 ആകാം. അപ്പൊ dvcm by dt 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അതായത് എന്താണ് അതിന്റെ മീനിങ്? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ then the velocity of center of mass remains constant. അതായത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്താണ്? സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇനിഷ്യലി അതിന്റെ വെലോസിറ്റി എന്താണോ ആ സെയിം വെലോസിറ്റി തന്നെ ആയിരിക്കും എന്ത് മൂവ് ചെയ്യുന്നത്? സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത്. എപ്പോൾ? ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റം ഈസ് നോട്ട് ആക്സിലറേറ്റിംഗ്. അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ആ സിസ്റ്റം എന്തല്ല? ആക്സിലറേറ്റ് ചെയ്യുന്ന സിസ്റ്റം അല്ല. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ സിസ്റ്റം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് സെന്റർ ഓഫ് മാസ് മോഷൻ. സെന്റർ ഓഫ് മാസ് മൂവ്മെന്റിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിന് ഒന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ ഇൻ ഫ്ലൈറ്റ്. ഇപ്പോൾ ഒരു ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ മുകളിലേക്ക് എറിയുന്നു. ഷെൽ മീനിങ് ഒരു ബോംബ്, അതായത് ഒരു ബോംബ് നമ്മൾ മുകളിലേക്ക് എറിയുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റ്. അപ്പൊ ആ ബോംബ് എറിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അതിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്താണ് അത് എറിയുന്നത് ആണല്ലോ. അപ്പൊ അതിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി മൂലം ഒരു പരാബോളിക് പാത്താണ് വരുന്നത്. പക്ഷേ ഇപ്പൊ അത് എറിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? എക്സ്പ്ലോഷൻ സംഭവിക്കും. എക്സ്പ്ലോഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഷെല്ലെന്ന് പറഞ്ഞാൽ പല പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ പി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയപ്പോഴാണ് ആ ഷെല്ലിന് എക്സ്പ്ലോഷൻ സംഭവിച്ചതെങ്കിൽ അപ്പോൾ അതിന്റെ പല ഫ്രാഗ്മെന്റ്സും പല പല ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ ഓരോ ഫ്രാഗ്മെന്റ് അതിൻ്റെതായ പരാബോളിക് പാത്തിലേക്ക് പോകും ആണല്ലോ. അപ്പോൾ ഷെല്ലിന് എക്സ്പ്ലോഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇന്റേണലായിട്ട് നടക്കുന്ന കുറെ പ്രോസസ്, ഇന്റേണൽ ഫോഴ്സ് മൂലമാണ് ഷെല്ലിന് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ ഷെല്ലിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? 0 ആണ്. ഇന്റേണൽ ഫോഴ്സ് മൂലമാണ് ഷെൽ എന്ത് ചെയ്യുന്നത്? പി എന്ന് പറയുന്ന പൊസിഷനിൽ ചെന്നപ്പോൾ
എക്സ്പ്ലോഷൻ സംഭവിച്ചത്. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ ഫ്രാഗ്മെന്റ്സിന്റെ എല്ലാം സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇനിഷ്യലി അത് ഏത് വെലോസിറ്റിയിലാണോ മൂവ് ചെയ്തത് അതേ പാത്തിലൂടെ തന്നെ എന്ത് ചെയ്യും? ആ പരാബോളിക് പാത്ത് സെന്റർ ഓഫ് മാസ് കംപ്ലീറ്റ് ചെയ്യും. അതായത് ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് സെന്റർ ഓഫ് മാസ് ഏത് പരാബോളിക് പാത്തിലൂടെയാണോ മൂവ് ചെയ്തത് ആ സെയിം പരാബോളിക് പാത്ത് അതെന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ബാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ വേറെ പരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യും. കാരണം എന്താണ്? ഇവിടെ ഇന്റേണൽ ഫോഴ്സ് മൂലമാണ് എക്സ്പ്ലോഷൻ സംഭവിച്ചത്. എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഡീകേ ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്. ഇപ്പം നമ്മളൊരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എടുക്കാം, അത് റെസ്റ്റിലാണെന്ന് ഇരിക്കട്ടെ. ഈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് നമുക്കറിയാം ഡീകേ സംഭവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ന്യൂക്ലിയസ് റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഡീകേ സംഭവിച്ച്, അതായത് അതിന് ഇന്റേണലായിട്ട് കുറേ പ്രോസസ്സ് നടന്ന് അതിന് ഡീകേ സംഭവിച്ച് അത് 2 സ്മാൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. ഈ സ്മാൾ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യും? ഡീകേ സംഭവിച്ച് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യും. പക്ഷേ ഇവിടെ ഇന്റേണൽ ഫോഴ്സ് കൊണ്ടാണ് ഇവിടെ സ്പ്ലിറ്റിംഗ് സംഭവിച്ചത്. അപ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇനിഷ്യലി അതിന്റെ സ്റ്റേജ് എന്തോ ആ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യും. അതായത് ഇവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇനിഷ്യലി ആ സെന്റർ ഓഫ് മാസ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ആ ഡീകേ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഏത് സ്റ്റേജിൽ തന്നെ ആയിരിക്കും? റെസ്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഡീകേ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഇന്റേണൽ ഫോഴ്സ് മൂലമാണ് ഡീകേ സംഭവിച്ചത്. അപ്പോൾ ഇതാണ് സെന്റർ ഓഫ് മാസ് മൂവ്മെന്റിന്റെ എക്സാമ്പിൾസ്. ഏതൊക്കെയാ? എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ ഇൻ ഫ്ലൈറ്റും ഡീകേ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്. അതേപോലെ ബൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ കേസും ഏതിന് എക്സാമ്പിൾ ആണ്? സെന്റർ ഓഫ് മാസ് മോഷന് എക്സാമ്പിൾ ആണ്.